ഇന്ത്യയിലുള്ള സകല മാധ്യമങ്ങളും ഇപ്പോൾ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് തന്നെ ഏറ്റവും വലിയ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ഏകദേശം 1000 കോടി രൂപ മുടക്കിയുള്ള കല്യാണമാണ്. അതിന്റെ പേരിൽ തന്നെയാണ് സകല മാധ്യമങ്ങളും ഇപ്പോൾ ഈ മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനുവേണ്ടി വീട്ടിലുള്ള സകല ബിസിനസ് മാഗ്നറ്റ്സുകൾ, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് വേണ്ട സകല ടീമുകളും ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കല്യാണത്തിന്റെ പുറകെ പോകുന്ന മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേൾഡ് ടൂറിന് വേണ്ടി ഇറങ്ങിയ ഫെർണാണ്ടോ എന്ന് പറയുന്ന യുവതി, അവർ ഭാര്യയും ഭർത്താവും കൂടെയാണ് വേൾഡ് ടൂറിന് വേണ്ടി അവർ രാജ്യത്ത് നിന്ന് ഇറങ്ങിയത്. ഏകദേശം അവർ 60ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചു. അവർ ഇന്ത്യയിലെത്തി, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. അവർ നേപ്പാളിലേക്ക് പോകണം. നേപ്പാളിൽ പോകാൻ വേണ്ടി അവർ ബംഗാളിലെ ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവർക്ക് ഇത്രയും വലിയൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കാര്യം വെച്ചാൽ, ഇന്ത്യക്കാർക്ക് മുഴുവനും അപമാനവും അതിന് തലയുയർത്തി മറ്റു രാജ്യക്കാരെ നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. ഇവർക്ക് നേരിടേണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം 7ഓളം വരുന്ന ആൾക്കാർ ചേർന്ന് ഇവരെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. പല രാജ്യങ്ങൾ അവർ സഞ്ചരിച്ചു. പല രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടും ഒന്നും അവർക്ക് ഉണ്ടാവാത്ത ഒരു അനുഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത്, അതായത് ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയൊന്നും ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. കാര്യം ഇത്രയും വലിയൊരു അനുഭവം, അതായത് ഒരു വിദേശ വനിതയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഇതേ കൂടി ദുരനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ പല ആൾക്കാർ ഇതേ കൂട്ട് തന്നെ ട്രാവൽ ടൂറിസം കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. നമ്മുടെ എന്തൊരവസ്ഥയാണെന്ന് നോക്കിയാൽ, നമ്മുടെ ഒരാൾക്ക് പോലും കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാര്യം ഇവർ 60ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചു, എന്നിട്ടും പോലും ഇവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അവർ അതായത് ഈ മാധ്യമങ്ങൾ പോലും എത്തിപ്പെടാത്ത രാജ്യങ്ങൾ വരെ ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ കുട്ടിഘോഷിക്കാത്ത സ്ഥലങ്ങളിൽ വരെ ഇവർ സഞ്ചരിച്ചിട്ട് പോലും ഇവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയിൽ വെച്ച് ഇവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് എത്രത്തോളം മാനക്കേടാണെന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കിയേ. ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമമൊക്കെ എന്താണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്? എന്തൊരവസ്ഥയാണെന്ന് നോക്കി. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കാര്യം ഇവരുടെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ളതാണ്. അവർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് മാധ്യമങ്ങൾ ഇവരെ കവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ അവരുടെ അവസ്ഥ, അവർക്ക് അവിടെ വെച്ചുണ്ടായ ഒരു അവസ്ഥ, കാര്യം ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആ ഒരു ലക്ഷ്യം. പക്ഷേ അത് ബംഗാളിൽ വന്ന് ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം മാനക്കേടാണെന്ന് നോക്കിയത് നമ്മുടെ ഇന്ത്യക്കാർക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള തെമ്മാടികൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഇവരെയൊക്കെ പൊതു സ്ഥലത്ത് നിർത്തി തലവെട്ടുകയോ, പൊതു സ്ഥലത്ത് നിർത്തി വെടിവെച്ച് കൊല്ലുകയോ, പൊതു സ്ഥലത്ത് ആൾക്കാരെ മുന്നിൽ വെച്ച് തൂക്കുകയോ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ പറയാതിരിക്കാം. ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ലജ്ജിച്ച് നമ്മുടെയൊക്കെ തല താഴ്ത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ഒരു വാർത്ത ലോക രാജ്യങ്ങളിലെ വലിയ മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു കാര്യം. ആ ഒരു രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ചെയ്ത യുവമാർക്ക് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ. എത്രത്തോളം സത്യമാണെന്നും അറിയില്ല. പക്ഷേ എന്തോ ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ചെയ്ത യുവമാർക്ക്, അതായത് മറ്റുള്ള ആൾക്കാരെ മുന്നിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് എന്നെ പോലുള്ള സാധാരണക്കാരന് പറയാനുള്ളത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കി. ഒരാൾക്കും ഇങ്ങനൊരു ദുരനുഭവം ഇനി ഉണ്ടാവുള്ളത്. ഇന്ത്യയിൽ വെച്ചെന്നല്ല, ഒരു രാജ്യത്ത് വെച്ചും ഇങ്ങനൊരു അനുഭവം ഒരാൾക്കും ഉണ്ടാകരുത്.